അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ബ്ലാക്ക് ബോക്സ് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 വിമാനങ്ങളെല്ലാം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് DGCA. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി അഹമ്മദാബാദിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, ഇനി നടക്കേണ്ടത് പരിശോധനയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മനസ്സിലാകൂ എങ്ങനെയാണ് അപകടമുണ്ടായത്. യന്ത്ര തകരാറാണോ, പക്ഷികൾ തട്ടിയതാണോ, അങ്ങനെ തരത്തിലുള്ള എന്ത് കാരണമാണെന്ന് കണ്ടെത്തേണ്ടത് പരിശോധനയ്ക്ക് ശേഷമാണ്. മാത്രമല്ല, ഇപ്പോൾ ബോയിങ്ങും ഒരു വലിയ കുടുക്കിലാണ് പെട്ടിരിക്കുന്നത്. അവർ വിശദീകരണം നൽകേണ്ടി വരും. ഓരോ വിമാനങ്ങളും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറത്താനും അനുവദിക്കുന്നുണ്ടാവുകയുള്ളൂ. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് ലഭിക്കുന്നത്? അഖില, രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തത്തിനെ തുടർന്ന് കണ്ണു തുറക്കുന്നു സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എന്ന് വേണം പറയാം. നേരത്തെ ഇന്ത്യക്കെതിരെയും എയർ ഇന്ത്യക്ക് നിരവധി പരാതികൾ വന്നിട്ടും ഇത്തരം നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സിവിൽ മന്ത്രാലയമോ മുന്നോട്ട് വന്നില്ല. ഏതായാലും അഹമ്മദാബാദിലെ ദുരന്തം ഇവരുടെ കണ്ണു തുറപ്പിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. ഇത് വളരെ ശക്തമായ നിർദ്ദേശമാണ് ഇന്ന് DGCA പുറപ്പെടുവിച്ചത്. കാരണം ഏതൊരു വിമാനവും പറന്നുയരുന്നതിന് മുമ്പേ സെക്യൂരിറ്റി ചെക്ക് ക്ലിയറൻസ് വാങ്ങിയിരിക്കണം. അതായത് 45 മിനിറ്റാണ് ഇപ്പോൾ സാധാരണയായിട്ട് ചെക്കിങ്ങിന് അനുവദിക്കാറ്. അതിൽ കൂടുതൽ ഒരു മണിക്കൂറേക്ക് അത് കൂട്ടണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളിലേക്കുള്ള വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ബ്ലാക്ക് ബോക്സ് ലഭിച്ചതിന് ശേഷം എന്താണ് യഥാർത്ഥ കാരണം, എന്താണ് എഞ്ചിനിൽ തകരാറാണോ അല്ലെങ്കിൽ മറ്റു പലതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തമായ തെളിവ് ലഭിക്കും. ഈ ഡാറ്റ പരിശോധിക്കാനുള്ള അധികാരം ഇന്ത്യക്കില്ല. ബ്ലാക്ക് ബോക്സ് പരിശോധിക്കാനുള്ള സംവിധാനവും ബോയിങ് വിമാനത്തിന് മാത്രമാണ്, അമേരിക്കൻ ഏജൻസിക്കും. അതേപോലെ അതാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഡാറ്റ പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഡാറ്റ ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ബോയിങ്ങിന് മാത്രമേ ഉള്ളൂ. ഇക്കാര്യത്തിൽ DGCA വളരെ വ്യക്തമായ നിർദ്ദേശം തരുന്നുണ്ട്. ഇന്ത്യയിൽ പരിശോധിക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോയിങ് വിമാനത്തിനെ സംബന്ധിച്ചോളം ഡ്രീം ലൈനറുടെ പതനം അവരുടെ ഓഹരിയെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് അഖില നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം, ഗ്രൗണ്ട് സീറോ എന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വിവരം, ഇപ്പോഴും തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ 4 മണിക്ക് തെരച്ചിൽ ഊർജിതപ്പെടുത്തിയിരിക്കുന്നു. കാരണം വിമാനം മൂക്കുകുത്തിയ ഹോസ്റ്റലിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കാരണം ഹോസ്റ്റലിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ കുഴിച്ചുകൊണ്ട് JCB വെച്ച് കുഴിച്ചുകൊണ്ട് അവശിഷ്ടങ്ങളോ യന്ത്ര തകരാറുകളോ അവശിഷ്ടമോ മനുഷ്യ മൃതശരീരത്തിലെ അവശിഷ്ടങ്ങളോ ഉണ്ടോ എന്ന കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ രാത്രിയിലും തെരച്ചിൽ നടക്കും. അതിനുവേണ്ടി ലൈറ്റുകൾ സ്ഥാപിക്കുന്ന കാര്യങ്ങൾ അടക്കം ചെയ്യുന്നു. ഇപ്പോൾ ഇതിനുവേണ്ടി ആംബുലൻസ്, മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ വല്ലതും ലഭിച്ചാൽ ഉടൻ തന്നെ അത് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആംബുലൻസും തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ 2 ആംബുലൻസുകൾ ഇതുപോലെ തന്നെ അവശിഷ്ടവുമായിട്ട് ആശുപത്രിയിലേക്ക് കുതിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാത്രിയിലും തെരച്ചിൽ നടക്കുന്നു. അതായത് മരണസംഖ്യ കൂടാൻ പോകുന്നു എന്ന് വേണം നമുക്ക് അഖില പറയാൻ വേണ്ടത്. കാരണം തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല എന്നതാണ് വൈകുന്നേരങ്ങളിൽ തെരച്ചിൽ തുടരാനുള്ള തീരുമാനത്തിന് പിന്നിൽ. ഉടൻ ഏറ്റവും വേഗത്തിൽ കണ്ടെടുക്കേണ്ടതുണ്ട്. സമയം കഴിയുന്തോറും അതിലും പ്രതിസന്ധി ഉണ്ടാകും. എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനങ്ങളെല്ലാം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് DGCA വ്യക്തമാക്കുന്നുണ്ട്. അവിടെ നിന്ന് ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ ശരത് ലാൽ പങ്കുവച്ചത്.